ഹലോ, അതെ ശാന്തിയാ. അയ്യോ വേണ്ട മോനെ, വേണ്ട മോനെ, അയ്യോ വേണ്ടാത്തണ്ട, വേണ്ടടാ, വേണ്ട വേണ്ട. ലോൺകാരാ രാവിലെ ആവുമ്പോ വിളി തുടങ്ങും. ശാന്തി അല്ലയോ, 1 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, 2 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്, എനിക്ക് ലോണിന്റെ ആവശ്യമില്ല. വരുന്ന നമ്പർ മൊത്തം ഞാൻ ബ്ലോക്ക് ആക്കി വിടുക. സത്യം പറഞ്ഞാൽ ജാക്കിച്ചാൻ പോലും ഇത്രയും ബ്ലോക്ക് ആക്കി. അല്ല പിന്നെ കണ്ടോ കിടക്കുന്ന കിടപ്പ് കണ്ടോ? നല്ല ഒന്നാന്തരം ഒരു കട്ടിലകത്ത് മേടിച്ചിട്ടുണ്ട്, അതിൽ കിടക്കത്തില്ല. 2 ദിവസമായുള്ളൂ ഈ പുത്തൻ സോഫ മേടിച്ചിട്ടുണ്ട്. അതിന്റെ പുതുമാർച്ച ഇതിലേ കിടന്ന് ഉണങ്ങത്തുള്ളൂ. അയ്യോ കണ്ടോ, അപ്പുറത്തെ സുരേഷിന്റെ പിള്ളേർ വന്ന് ചോക്ലേറ്റ് എല്ലാം ഇതിനകത്ത് അങ്ങ് തേച്ചങ്ങ് പിടിപ്പിച്ചേക്കോ, മൊത്തം അഴുക്കാക്കി. അതെങ്ങനെ പിള്ളേർക്ക് ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കളിമണ്ണ് ഞെരടുന്ന പോലെ കൈ വെച്ച് ഞെരടുന്ന തിന്നുമല്ല ഇതുങ്ങളൊന്നും. നീ എന്നെ പിഴുതെടുക്കാൻ നോക്കുവാ. നിങ്ങൾക്ക് എന്തിന്റെ അസുഖം? നല്ല ഒന്നാന്തരം ഒരു കട്ടില് പെരക്കകത്ത് മേടിച്ചിട്ടില്ലയോ? ഈ സോഫ വന്ന് കിടക്കുന്ന എന്തോ ഇതിനാന്ന്? 2 ദിവസമല്ല ആയിട്ടുള്ളൂ. എനിക്ക് എന്റെ പുത്തമ്മണം വല്ല. അയ്യേ സ്കൂള് തുറക്കുക, എന്തുമാത്രം ചെലവുണ്ട് ഈ വീട്ടില്. നിങ്ങൾക്ക് ഇപ്പൊ ഈ സോഫ മേടിച്ച് വിടേണ്ട വല്ല കാര്യമുണ്ടോ? ഞാൻ ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചല്ലേ. പിന്നെ എടി ജോർജ് സാറിന്റെ വീട് ഞാൻ പണിക്ക് പോയ കഴിഞ്ഞ ആഴ്ച. ജോർജ് സാറിന്റെ വീട് കാണുന്ന 10,3500 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്. ആ വീടിന്റെ ഹാളിലോട്ട് ചെല്ലുമ്പോൾ ഇതുപോലൊരു സോഫയാ കിടക്കുന്നത്. അന്ന് എനിക്ക് ആഗ്രഹം തോന്നി ഇതുപോലൊരു സോഫ വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വിടാൻ. സോഫ മേടിച്ചിടാൻ. എന്നാൽ അതുപോലൊരു വീട് വെക്കണമെന്ന് നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ? ആ വീട് വെക്കണമൊക്കെ തോന്നുന്നുണ്ട്. അതിനുള്ള പ്ലാൻ എല്ലാം സംഭവം എല്ലാം ഒപ്പിച്ച് വരുന്നുണ്ട്. പക്ഷെ അമ്മയുടെ ഒരു ഒപ്പ് കിട്ടണം, എന്നാലും നമുക്ക് ലോൺ കിട്ടത്തുള്ളൂ. അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ വീടും തരും. ആദ്യം ഇരിക്കുന്നിടം നന്നാവണം. ചിരിക്കുന്നിടം അങ്ങ് ഫസ്റ്റാ. ഇരിക്കുന്നിടം നന്നാവണം. ആദ്യം നമുക്കൊരു വീട്, എന്നിട്ട് വേണം ഈ സോഫയൊക്കെ മേടിക്കാൻ. എന്തുവാ ഒരു ചക്ക ഇട്ടുണ്ടോ? ചക്ക എന്തിനു? എനിക്ക് അതിനകത്ത് കുരു എണ്ണാന്. ചക്ക വേവിക്കാനെ കൊണ്ട് പോയി ഒരു ചക്ക ഇട്ടുണ്ടോ? ചക്ക ഇട്ടോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ പോയിട്ട് എനിക്കറിയാമോ മരത്തിൽ കയറാനെ കൊണ്ട്. നീ എന്നോട് പേടിച്ചാ ചക്ക ഇട്ട് തന്നോളൂ. ചക്ക ഇട്ടോണ്ട് വരാനാ പറഞ്ഞത്. എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞിട്ട്. തോട്ടിരിപ്പുണ്ടോ അവിടെ? ആ തോട്ടിയൊക്കെ ഇരിപ്പുണ്ട്, പോയിടും. അതിന് എവിടെ ഇരിക്കുന്നു ചക്ക? എന്താ എടി അണ്ണാന് കടിച്ചു പറിക്കാൻ പോലും അതിനകത്തൊരു ചക്ക വെച്ചിട്ടില്ല, മൊത്തം കൊണ്ടുപോയി. ചക്ക മാത്രമല്ല, ഈ പറമ്പിലുണ്ടാകുന്ന വാഴക്കൊല, മാങ്ങ, തേങ്ങ എല്ലാം കൊണ്ടുപോവാ. നിങ്ങൾ വിചാരിക്കും ഈ കാട്ടുമൃഗങ്ങളോ അങ്ങനെയുള്ള കുരങ്ങന്മാരോ വല്ലതും ആയിരിക്കുമെന്ന്. പക്ഷെ ഈ എന്റെ കാർഷിക വിളകൾ കൊണ്ടുപോകുന്നത് മൃഗങ്ങളല്ല, എന്റെ അമ്മ കളരിക്കൽ അമ്മിണി. കേട്ടോ, ആ പേര് പറഞ്ഞപ്പോൾ പ്രകൃതി ഒരുക്കിയ പശ്ചാത്തല സംഗീതം കേട്ടോ. അത്രയ്ക്ക് ഭീകരയാവര്. അവരിവിടുന്ന് കൊണ്ടുപോകുന്നത് എന്തിനാണെന്നറിയോ? എന്റെ പെങ്ങക്ക് കൊണ്ട് കൊടുക്കാൻ. ഈ പറമ്പിൽ എന്തോ നട്ടാലും ഒരു കപ്പ നട്ടാ കിട്ടത്തില്ല, ഒരു കാച്ചിൽ നട്ടാ കിട്ടത്തില്ല, ഒരു കിഴങ്ങ് നട്ടാ കിട്ടത്തില്ല, എല്ലാം കൊണ്ടുപോവാ എന്റെ അമ്മ. അത് അമ്മ മാത്രമല്ല കൊണ്ടുപോകുന്നത്, കാട്ടുമൃഗങ്ങൾ കാട്ടുപന്നിയൊക്കെ കൊണ്ടുപോകും. ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ കപ്പ നട്ടതിന്റെ ചുറ്റും 4 കാട്ടുപന്നികളിൽ നിന്നും പേര് കെട്ടുന്നു. ഞാൻ ചോദിച്ചപ്പോ പറയുക എന്റെ അമ്മ അതിനകത്ത് കയറാതിരിക്കാൻ അവര് പേര് കെട്ടുക. അങ്ങനത്തെ ടീമാണ്. അത് കൊടുക്കും. അതിപ്പം ഏത് അമ്മമാരും അങ്ങനെ ചെയ്യും. എന്റെ അമ്മ വരുമ്പോഴും ഒരു ലോഡ് സാധനങ്ങളുമായിട്ടല്ലേ ഇങ്ങോട്ട് വരുന്നത്. ചക്കയോ കിട്ടിയില്ല, പോയി ഇച്ചിരി മീനും ഇച്ചിരി കപ്പയും മേടിച്ചോണ്ട്. കപ്പ മീന് പൈസ ഉണ്ടോ? പൈസ ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോണം. ഞാൻ കടം പറയാം. ഇവിടുത്തെ പെണ്ണുങ്ങളൊക്കെ ഇത് എങ്ങനെ ഇട്ടിട്ട് നടക്കുന്നത്? നൂൽപ്പാലത്തേക്ക് വരുന്നതല്ല ഞാൻ അതേ കയറി വന്നത്. പറഞ്ഞാൽ ഈ ഞാൻ 10 ഇറങ്ങി വെച്ചേ, 10 ഇറങ്ങിയിട്ട് അവൻ്റെ ഓട്ടോ വിളിച്ചു. കഴിഞ്ഞ പ്രാവശ്യം 30 രൂപ ഉള്ളായിരുന്നു, ഇപ്പം പറഞ്ഞാൽ 50 രൂപ വേണമെന്ന്. ഞാൻ കളിച്ച ആരടാ കളരിക്കൽ അമ്മണിയോട്. ഞാൻ ആ ഓട്ടോറിക്ഷ കയറിയിരുന്നു. എന്നിട്ട് ഞാൻ അവിടുന്ന് കയറിയപ്പോഴേ സീറ്റ് കുത്തി കയറി അതിന്റെ സ്പോഞ്ച് മൊത്തമൊക്കെ എടുത്ത് കളഞ്ഞു. പാൽപ്പല്ല് പോരുന്ന സീറ്റ് ഇപ്പൊ പലക പോലായി അവന്റെ. കളിച്ചത് ആരോടറിയോ? കളരിക്കൽ അമ്മണിയോട്. ഞാൻ ചെങ്ങപുരത്ത് പോയിരുന്നു ഇളയ മോടെ വീട്ടില്. മോടെ പേര് മഞ്ജു, അവിടെ ഭർത്താവിന്റെ ഒരു സന്തോഷ്, അവിടെ മോടെ പേര് സിന്ധു മോള്. ഇത്രയും പറഞ്ഞ എന്തിനാണെന്നറിയോ? അതൊക്കെ പരാമർശിക്കും, പിന്നെ ആരാന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിക്കും. ഞാൻ അവിടെ നിന്ന് കയറി. എന്തോ തിരക്കാ ബസ്സിനകത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കിയോ. എനിക്ക് നടക്കാൻ പോയേ. നടന്ന് തട്ടിയും ത്രാശും പോലെ. അയ്യോ
ഞാൻ അങ്ങോട്ട് പോയപ്പോ വാങ്ങിച്ചിട്ടേക്കുന്ന കണ്ടോ ഈ സാധനം? ഗോപാലക്കൊച്ചായിട്ടുള്ളപ്പോ ഇതുപോലൊരു സാധനം വേണമായിരുന്നു. ഞാൻ എന്തുമാത്രം ആഗ്രഹിച്ചത് ഇങ്ങനത്തിന് ഉണ്ടാക്കി വെച്ചേക്കുവാ. ശാന്തിയായി ശാന്തി, ഇതാരാ ഇത്? ഇതെന്തോ കോലമായി. അമ്മേ, അമ്മ ഇതെന്തോ കാണിക്കുവോ? ഞാൻ ഇവിടെ നിന്ന് കുത്തി പറിക്കുവായത്. എന്തോ കാണിക്കുവോ അമ്മേ? എന്തോ കാണിക്കുവോ? എന്തോ ഇത്? ഇങ്ങനെയാണോ ഇവിടെ ഇരിക്കുന്നത്? എന്റെ വീട്ടിൽ എന്റെ വീട്ടിൽ തുണിയില്ലായിരിക്കും. എന്താ കുഴപ്പത്തോടി അയലത്തുകാരെന്തെങ്കിലും പറയുമെന്ന് കേട്ടോ. പറഞ്ഞല്ലോ ഫാൻ നിർത്തി. മന്ത്രി ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന പോലെ ഫാനിട. ഈ കാലയിൽ എന്തോ ഈ മേടിച്ചിട്ടേക്കുന്ന കൊലുസോ? പിന്നെ കാലം ബ്ലൗസ് കെട്ടിയിടാൻ പറ്റൂടി കൊലുസല്ലാതെ. കയ്യിൽ കഴുത്തലെന്തോ അമ്മേ? അത് നിക്കോളാസ് ഇത്രയും പ്രായമുണ്ട്. ഊരി കളയമേ. പരിപാടിയാണ് പിള്ളേരെ പരിപാടിയാണ്. പിള്ളേരുടെ പരിപാടിയാണെങ്കിൽ പിള്ളേരെ ഉടുത്തൊരുങ്ങേണ്ടത്. അമ്മ എന്തിനാ ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ടത്? ഡാൻസിന്റെ പരിപാടി തന്നെ പറഞ്ഞു. പിള്ളേർ എനിക്ക് തന്നെ വലിയ ഇങ്ങനെ ഇരിക്കണ്ടെങ്കിൽ പറഞ്ഞു. നാണമുണ്ടോ അമ്മേ? 10-60 വയസ്സായില്ലേ? എന്തോ ഇങ്ങനെ ഈ വലിയ പാദസരമൊക്കെ മേടിച്ചിട്ടേക്കുന്നത്? 10-60 വയസ്സായ ഞങ്ങളുടെ കാലം എന്തോ ചങ്ങല ഇടണോ? ഞങ്ങൾക്ക് കുറിച്ചിട്ടുണ്ടായി. ഇത് എന്റെ ദൈവമേ, ഇവിടുന്ന് പോയപ്പോ നല്ല തൂവെള്ള പഞ്ഞിത്തൂവല് പോലെ ഇരുന്ന മുടി ഇത് എന്തോ ഈ കാണിച്ചു വെച്ചേക്കുന്നത്? അവിടെ ചെന്ന പിള്ളേരുടെ അവിടെ ചെയ്ത് തരുന്നത്. അവിടെ ഞാൻ കഴുകിട്ടിട്ട് പോയ തുണി എന്ത് ചെയ്യേ? അമ്മയുടെ തുണിയോ? അതുകൊണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് അലമാരി വെച്ചിട്ടുണ്ട്. അന്ന് അവിടെ കിടക്കത്തില്ലായിരുന്നു അത്. അമ്മ ഈ ഒരാഴ്ച കഴിഞ്ഞ് വരുന്ന വരെ ഈ തുണി അവിടെ കിടന്ന് വെയിൽ കൊള്ളും. എന്താ വെയിൽ കൊണ്ടാത്ത കുഴപ്പം എന്താ? അമ്മ തുണി നരച്ചു പോകുന്നു, കൊള്ളത്തില്ലെന്ന്. പിന്നെ അപ്പൊ എന്റെ തല തരച്ചാ പിന്നെ കൊള്ളത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കറപ്പിച്ചിട്ട് വന്നത്. പൊടിക്കില്ലേ തരപ്പിച്ചിട്ട്? നേരെ ഇട്. നല്ലപോലെ സാരി കൊടുക്കാതെ എന്തോ കൊച്ചപ്പേസിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് പിടിക്കാനൊന്നും സ്ഥലമൊന്നുമില്ലായിരുന്നു. അവിടെ നിന്ന് പിള്ളേരൊക്കെ എന്റെ ഇതേ പിടിച്ചോട്ടെ. അപ്പൊ അമ്മ എന്തോ എടുത്തു? എന്റെ കയ്യിൽ സഞ്ചരിക്കില്ലായിരുന്നു. ഞാൻ തൊട്ട് ഫ്രണ്ട് ചെയ്ത പെണ്ണുപിള്ളേരുടെ മുടിയെ കടിച്ചു പിടിച്ചാണ് അങ്ങനെ ചെയ്യുന്നത്. എന്റെ പൊന്നെ, പെൺപിള്ളേരെ ബഹളം ബസ്സിനകത്ത് ചുമ്മാ പറഞ്ഞ പെണ്ണുങ്ങൾക്ക് ഫ്രീ ആ ബസ്സിനകത്ത്. ഇന്നുപോലുള്ള പെണ്ണുങ്ങളെല്ലാം അടിച്ചു കയറി വണ്ടിക്കകത്തും കയറി. ഒരു കൊച്ചോട്ടി ഞാൻ ചോദിച്ചു, നീ എവിടെ പോകാൻ ചോദിച്ചു. കൊച്ചു പറയാം, എനിക്കറിയത്തില്ല അമ്മച്ചി, ഞാൻ എവിടെ പോകാന്ന് പറയും. ഫ്രീ ആന്ന് അറിഞ്ഞോണ്ട് കയറിയതാന്ന് പറഞ്ഞു. അടി ടൗണിൽ വന്നിട്ട് ഞാൻ പറഞ്ഞു ചായ തരാൻ പറഞ്ഞപ്പോൾ ഗ്യാസ് ഇല്ല, ഒരു മണിക്കൂർ നിൽക്കണമെന്ന് പറഞ്ഞു. എന്റെ കുക്കർ ഏതാണ്ട് വെച്ചിട്ട് ഉണ്ടാക്കുന്നത് ചായ ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവനോട് ഞാൻ പറഞ്ഞു ബോണ്ട തരാൻ പറഞ്ഞു. ആ ബോണ്ട എന്നപ്പോ ഞാൻ ഓർത്തു ആ ബോണ്ടയ്ക്കകത്ത് കുത്തി അവൻ ഗ്യാസ് എടുത്താൽ മതിയായിരുന്നു. അയ്യോ, എനിക്കെന്റെ പുറകിലാണ് കയറി വിലക്ക് ഗ്യാസ് കയറി. ഇവള് ബ്ലൗസിനകത്തുനിന്ന് പൈസ അടക്കാനുള്ള പരിപാടി. അവിടെ എന്തോണ്ട് വിശേഷം? അവിടെ എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ സിന്ധുമോടെ കല്യാണമൊക്കെ ആയില്ലേ? സിന്ധുമോടെ കല്യാണോ? അവളെന്താണ്ട് പഠിക്കുമല്ലായിരുന്നു? അവളെ കണ്ണാടിയുടെ പരിപാടിയാണ്, മുഖത്ത് വെക്കുന്ന കണ്ണാടിയുടെ പരിപാടി. അതാ മോക്ക് ഒത്തത്തില്ലെന്ന് പറഞ്ഞിട്ട് വേറെ പരിപാടിക്ക് പോയാ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കല്യാണമൊക്കെ ആയി. കരുവാറ്റേന്നാ ചെറുക്കൻ. കരുവാറ്റേന്ന് ചെറുക്കൻ വന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ എന്നീ രാവിലെ ഈ കൂറ ബ്ലൗസ് ഇട്ടുണ്ട് അവിടെ നിൽക്കരുത്, ഇതുപോലെ ഒരുങ്ങി നിൽക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ കയറി നിന്നിട്ട് ചെറുക്കന്റെ വീട്ടുകാരനാണ് വന്നത്. അവരമ്മാവൻ എന്നെ നോക്കിട്ട് ഇങ്ങനെ അവരമ്മാവനുണ്ടല്ലോ. സിന്ധുമോളോട് ചോദിക്കോ, അവിടെ വെല്ലുമിച്ചില്ലേ? ഞാൻ ചോദിക്കുവാ, കൊച്ചിന്റെ അനിയത്തിയാണോ നിൽക്കുന്നത്? സിന്ധുവിന്റെ അനിയത്തെ അമ്മ പറയാൻ ഞാൻ എന്താ? വല്യമ്മച്ചി അമ്മൂമ്മയാന്ന് പറയാൻ ഞാൻ തരുന്നു. ഞാൻ പറഞ്ഞു വെല്ലുമിച്ചി ചത്തുപോയെന്ന് പറഞ്ഞു. നിപ്പി അങ്ങ് ചത്തോ അങ്ങ്? പിന്നെ അവിടെ കിടന്ന് നാണം കിടത്തിന്റെ കാലം നല്ലൊരു അകലെ കിടന്ന് ഞാൻ ചാവുന്നത്. കഴിക്കാൻ വല്ല എടുക്കട്ടെ? കഴിക്കാൻ വേണ്ട. അതെന്താ കഴിക്കാൻ വേണ്ട? ഞാൻ കുറെ നാളത്തേക്ക് വെറുതെ ഇരിക്കുക. അല്ലേലും എന്നാ വെറുതെ ഇരിക്കാത്തത്? ഈ കറക്കമില്ലയോ അങ്ങ്? വെറുതെ ഇരിക്കുവന്നല്ല പറഞ്ഞ, ഞാൻ വ്രതം എടുക്കാൻ പോവാന്നാ പറഞ്ഞ്. ഞാനും രമണിയെല്ലാം കൂടെ ഇവിടെ പളനിക്ക് പോവാ, ഇവിടെ കറങ്ങാൻ പോവാ. ചേട്ടൻ ചന്തയിലോട്ട് പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ കണ്ടൊന്നുമില്ല. എനിക്ക് അവനെ കാണുമ്പോൾ വേണ്ട, എടുക്കാൻ വേണ്ട. ഓ, ഒന്നും കിട്ടിയില്ല. ഞാൻ പറഞ്ഞു വല്ല മീൻ വല്ലോ മേടിക്കുക, കപ്പയും മേടിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടതാ ചന്തയിലോട്ട്. കപ്പയും മീൻ മേടിക്കാൻ പറഞ്ഞു വിട്ടാന്ന്. രമണിയെ, ഞാൻ പളനിക്ക് വരുന്നില്ല. ഇന്നിട്ട് ഞാൻ അടുത്ത വർഷം വേണം നോക്കാം. ശരിയാണ്. 2 കിലോ മീൻ മേടിച്ചു അമ്മാരെ വെട്ടി ക്ലീൻ ചെയ്തു. ഇപ്പൊ 1/2 കിലോ. ഈ വന്ന കാലത്ത് മനുഷ്യനെ ഉള്ള ചത്തു കഴിഞ്ഞ വിലയില്ലാത്ത മീനും കോഴിക്കൊക്കെ എന്തോ വിലയാ. ഇത് എന്റെ പറയാന്നോ അതോ കാമാത്തി പറയാന്നോ? സുരേന്ദ്രൻ എന്നോട് പറഞ്ഞ് വഴിക്ക് വെച്ചു ഒരു എഴുന്നള്ളത്ത് നിന്റെ വീട്ടിലോട്ട് പോയിട്ട്. എപ്പോ വന്നടി? നിന്നെക്കാളും മുമ്പേ വന്നതാണ്ടേ. എവിടായിരുന്നു ചോദിച്ചത്? ഞാൻ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു. നാത്തൂന്റെ വീട്ടിലായിരുന്നു. എന്നാ അവര് മിക്കവാറും ഭൂമിയിൽ നിന്ന് പറന്ന് ശൂന്യകാലത്ത് എത്തി കാണും. എന്താ മീനാ ഇത്? അത്
ഞാൻ ഈ മോതയോ കേരയോ ചൂരയോ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് പോയടി. പക്ഷെ അവിടെ ചെന്നപ്പോ നല്ല ചെമ്പല്ലി അത് വാങ്ങിച്ചു. ഓ വെട്ടി കണ്ടിക്കുമ്പോ സൂക്ഷിച്ചാണ്. മുള്ളുള്ള മീനാ, നല്ല മുള്ളുള്ള മീനാണ്. ആ മുള്ള ഞാൻ ഇല്ലാത്തപ്പം മുള്ളില്ലാത്ത മീന്, ഞാൻ ഉള്ളപ്പം മുള്ളുള്ള മീന് ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ ചാവണം അതിനു വേണ്ടി. എല്ലാ മീനും മുള്ളുള്ളതെന്ന് പറഞ്ഞു കൊടുക്കടി. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ +971 5263 10876. സോഫ കണ്ടോ? എങ്ങനുണ്ട്? കൊള്ളാം. എത്ര ആയി ഇതിന്? എത്ര കേട്ടോ? 18 രൂപ. ഇപ്പൊ പൈസ ഒക്കെ ഉണ്ടായിരുന്നു. പൈസ ചേട്ടനാ EMI വെച്ച് വാങ്ങിച്ചാന്ന് പറയടി. EMI വെച്ച് മേടിച്ചു. എന്തുവാ കൊച്ചിന്റെ വീട്ടിൽ പോയി അവരെ ഒന്നുകൂടെ കണ്ടിട്ട് വരട്ടെ, പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ. എന്തുവാ അവരെപ്പോഴാ വരുന്നത് എന്നെ കൊണ്ടുപോകാൻ? ആര്? ഈ കസരയുടെ ആൾക്കാർ എപ്പോഴാ വരുന്നത് എന്നെ കൊണ്ടുപോകാൻ? എന്തുവാന്ന് പറ. ഈ അമ്മ വെച്ചിട്ടാ വാങ്ങിച്ചെന്ന്. അമ്മ അങ്ങനല്ല പറഞ്ഞത്. ഈ തവണ വ്യവസ്ഥ നമ്മൾ പൈസ കൊടുക്കത്തില്ലയോ, അങ്ങനെ മേടിച്ചാന്നാ പറഞ്ഞത്. അങ്ങനെ വാങ്ങിച്ചാ അതിനൊക്കെ പൈസ ഉണ്ട്. അതിനൊക്കെ പൈസ ഉണ്ട്. ഒരു BP-യുടെ ഗുളിക വാങ്ങിച്ചാ പൈസ ഉണ്ടോ? BP-യുടെ ഗുളിക വാങ്ങിച്ചാൽ ഇതുപോലെ മടക്കി കയറി ഇരിക്കാൻ പറ്റുമോ അതിനകത്ത്? മുട്ടിക്കാനെ നിന്റെ രാഗി നിന്റെ നാഗിയാൻ മൂന്ന് ദിവസം പറയുന്നത്. അമ്മ പോട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ എന്ത് വിഷമം? അമ്മ ഇങ്ങനെ കിടന്നങ്ങ് തുള്ളാനെ കൊണ്ട്. കൊച്ചിന് ഇത്ര ഒരു സാധനം വേണം. അവക്കില്ല. മഞ്ജുഷയ്ക്ക് അവിടെ ഇല്ല. ഒരു സാധനം വേണം. അവിടെ പൊട്ടിയ കസാറ. ഞാൻ ചെന്ന് പതേ കയറി പട്ടി കടിച്ച പോലെ ഇവിടെ കസാറ. അത് മേടിക്കാം. അമ്മയ്ക്ക് ഇനി വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ പറ. നീ ചോദിച്ചിട്ട് ഇളക്കി അവര് പറയാനാ ഓരോന്നൊക്കെ വേണോ? സിന്ധുമോടെ കല്യാണത്തിന്റെ കാര്യം പറയുമായിരുന്നു അമ്മ. ഏതാണ്ടൊക്കെ കല്യാണം ഉറച്ചെന്ന്. ആളെയും വിളിച്ചായിരുന്നു. ആരോട് കാണാൻ വന്നൊക്കെ പറഞ്ഞു. ആങ്ങളെ എന്തെങ്കിലും കൊടുക്കണം ഞാൻ ഏറ്റിട്ടുണ്ട്. അവനെ കിട്ടുന്ന ഇവനെ കിട്ടുന്ന കൊടുപ്പിക്കണം പറയുന്നത്. കൊച്ചിന്റെ കല്യാണം വരിക എന്താ വെച്ചാൽ കൊടുക്കുന്ന എന്താ പറ. അമ്മ അങ്ങോട്ട് ചോദിക്കേ. ഞാൻ ചോദിക്കത്തില്ല, നീ ചോദിച്ചു. അമ്മ അങ്ങോട്ട് ചോദിക്കമ്മേ. നീ ചോദിക്കട്ടെ, ഞാൻ ചോദിക്കത്തില്ല. അമ്മ അങ്ങോട്ട് ചോദിക്കും. നിങ്ങൾ ഈ അമ്മ മോന് ചുമ്മാ എന്തോ നീ വെറുതെ ഇന്നിങ്ങനെ കുനുകുനുകുനുകുനുകുനു. എടി എന്തോ വേണ്ടെന്ന് ചോദിച്ചു കൊടുക്കാം. എന്തോ വേണ്ടെന്ന്? 50 രൂപ കൊടുക്കണം. എടി ഉടുപ്പിന്റെ ഓഹരി കിടപ്പുണ്ട് എടുത്തു. അവിടെ ഓണപരിപാടി നടക്കുമല്ലോ. നീ 50 രൂപ പോക്കറ്റ് കൊടുക്കുക. 50,000 രൂപ നീ എന്നെ കൊണ്ട് കൊടുപ്പിക്കാൻ ഞാൻ അവിടെ വാക്ക് പറഞ്ഞ അത്ര 50,000 രൂപ ആരോട് ഏറ്റവും കൊടുത്താൽ മതി. എന്റെ പൈസ നീ ഇവിടെ കാണാൻ നീ ഒരു അമ്മാവനാന്തിലൂടെ നിനക്ക് തന്നെ കൊടുത്താൽ പൈസ കൊടുത്താൽ കുഴപ്പമില്ല. ഞാൻ അമ്മാനോ നമുക്ക് അച്ഛനില്ലേ? മര്യാദക്ക് പൈസ കൊടുത്തണം. ആ പൈസ കൊടുക്കാനില്ല. അമ്മയോട് പറഞ്ഞു പോയി ചോദിച്ചിട്ട് വരാം. പൈസ കൊടുക്കാൻ എന്താ എല്ലാം കൊണ്ട് കൊടുക്കില്ല. ആ പെങ്ങൾക്ക് കൊടുക്കണം. പെങ്ങളുടെ കൊച്ചുകൂടെ കൊടുക്കണം. നടക്കുന്ന ആരും കൊടുക്കത്തില്ല. എന്റെ മോനാണ് നീ കൊടുക്കണോ? എന്റെ മോനാണ് നീ കൂടുതൽ നിന്റെ ചരിത്രം എന്നെ കൊണ്ട് വളപ്പിക്കല്ലേ. എന്തോ ചെയ്യാനെന്ന് പറയാൻ മതി. അങ്ങ് അടങ്ങ് കേട്ടോ. ചെവക്കുറ്റി അടിച്ച് പറിക്കുവിന്റെ നീ ഒരു കാര്യം ഓർത്തണം. 10 മാസം എന്റെ വയറ്റിൽ കിടന്ന നീ വളർന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ വേണ്ടി റൂം എടുത്ത് പോയി കിടക്കാൻ പറ്റും. 3 ദിവസം പറഞ്ഞോടാ നീ. നീ എന്താണ് 3 ദിവസം പറഞ്ഞേ? നീ എന്താണ് ഇത് അടിക്കോളെ ചെയ്യുന്നേ? അടിക്കടാ നീ. മര്യാദക്ക് പറ. മര്യാദക്ക് പറ. കൊടുക്കുന്നു എങ്ങനെ എന്റെ കിഡ്നി വിട്ടിട്ടായാലും ഞാൻ കൊടുക്കാൻ. ഞാൻ നിനക്ക് എവിടെ ഇരിക്കുന്ന കിട്ടി? എവിടെ കിട്ടി? അതും അറിയത്തില്ല. അത് ഇവര് മാറ്റി പൊളിച്ചെടുത്ത് പെങ്ങൾ കൊണ്ട് കൊടുത്തു കാണും. കൊടുക്കൂടാ. എന്റെ കൊച്ചു ഞാൻ കൊണ്ട് കൊടുക്കും. എന്റെ കൊച്ചു ഞാൻ കൊണ്ട് കൊടുക്കും. അയ്യോ എന്നെ മൂട് നിന്റെ ഈ ശോഭ. അയ്യോ എത്ര കഷ്ടമോ. അടങ്ങിയിരിക്കാമേ. പ്രായത്തെ നോക്കമ്മേ. എന്തുവാ ചേട്ടാ ഇത്? കുഴമ്പിട്ട് തരാൻ പറ. കുഴമ്പിട്ട് തരാം. കുഴമ്പിട്ട് തരാം. എന്നെ തടവല്ല അമ്മ തടവനാ. നിങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ടോ? കുഴമ്പിട്ട് അവനോട് പറ. കുഴമ്പിട്ട് തരാൻ പറ. അമ്മ എപ്രാളപ്പെടുത്തന്നെ. കൈ തന്നെയതാ. അയ്യോ അത് തേങ്ങാടെ ചിരട്ടയില്ല. ഇങ്ങനെ തിരുമാൻ അല്ലാതെ തിരുമണ വലിച്ചു തിരുമണ അങ്ങോട്ട്. അയ്യ കേറ്റി പിടി. അയ്യോ അയ്യോ பிடிச்சிருக்கு எனக்கும் உன்னை பிடிச்சிருக்கு என்னவோ കുടിക്കാൻ ഇറക്കത്തില്ല ഞാൻ. എനിക്ക് വയ്യ. കർശനത്തിന് എന്താ സുഖം. എടി രാഘവന്റെ മൂത്ത ഇറക്കം പോയി ഗൾഫിൽ പോയി. അത് പോയി രക്ഷപ്പെട്ടല്ലോ. അവൻ രക്ഷപ്പെട്ട്. പിന്നെ മറ്റേ സെക്കൻഡ് ഫാൻമന്റെ അത് അവൻ അമേരിക്കയിലാ പോയി. അവൻ രക്ഷപ്പെട്ട്. ഇതെന്ന് രക്ഷപ്പെടാനാണ്. രക്ഷപ്പെടാനാ. കുഴമ്പ് ഫാക്ടറി എന്ന് നിർത്തുന്നു അന്ന് ഞാൻ രക്ഷപ്പെടും. എന്നെ എപ്പോഴും ഈ മുട്ട് തിരുമാൻ വേണ്ടി പിടിച്ചിരുത്തിയല്ലേ ഇവിടെ. ജോലിക്ക് പോകാൻ വിടത്തില്ല. ഒരു പഠിത്തത്തിന് പോകാൻ വിടത്തില്ല. എന്നിട്ട് ചോദിക്കുക എന്ന് രക്ഷപ്പെടുമെന്ന്. നീ ചാടിച്ചാടി ഞാൻ ചാടിച്ചാടി വീഴും. ആരെ കുഴപ്പം തന്നെ. ഇവിടെ പാടാ. മൈക്കിൾ ജാക്സൺ നിന്റെ തന്ത അതിന്റെ.
നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്ത് ഞാൻ അമേരിക്കെല്ലാം പോയി രക്ഷപ്പെടത്തില്ലായിരുന്നു ഞാൻ. ഇപ്പോഴാണ് പറയുന്നത് മൈക്കിൾ ജാക്സന്റെ അച്ഛനാ. തന്റെ മാറ്റി പറഞ്ഞോ, തന്റെ മാറ്റി പറഞ്ഞു. അമ്മ സമാധാനപ്പെടാം. അമ്മയുടെ മോനല്ലയോ, അമ്മയ്ക്ക് വല്ലതും കഴിക്കാൻ വേണം. അമ്മയ്ക്ക് അച്ചപ്പം തരട്ടെ. അമ്മയ്ക്ക് ഒരെണ്ണം കഴിക്കാൻ ചേട്ടൻ പഠിച്ചോണ്ടോ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന് പറയാം, എനിക്ക് വേണ്ട. അച്ഛപ്പ വേണ്ട, നിന്റെ കൊച്ചപ്പനെ എനിക്ക് വേണ്ട. ദീപു നല്ല നല്ല എണ്ണ. പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട്, പെരിഞ്ചീരം ഇട്ടിട്ടുണ്ട്. അതെന്തുവാ ഇപ്പൊ എന്തുവാ കറിയുന്നത്? ഇപ്പൊ എന്തിനാ കറിയുന്നതെന്ന്? നല്ല ഇരുത്തിക്കാട്ട് കറുക്കോ മുറുക്കോ എന്ന് പറഞ്ഞിട്ട് തില്ലുക. അമ്മയോട് ഞാൻ ചോദിച്ചില്ലേ അച്ചപ്പം വേണോന്ന് ഞാൻ ചോദിച്ചായിരുന്നോ? വെള്ളം വേണോന്ന് ചോദിച്ചില്ല. അടപാടിയോ ഓരോ വഴക്കുണ്ടാക്കാനുള്ള പരിപാടി ഉണ്ടാക്കുമോ? നീ എന്തിനാണ് എന്നോട് ചൂടാവുന്നത്? നീ എന്ത് കാര്യത്തിന് വേണ്ടി എന്നോട് ചൂടാവുന്നത്? അമ്മ ചൂടാവുന്നില്ല. അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വിളിപ്പിച്ചേന്നറിയാവോ? എനിക്കറിയത്തില്ല. നമ്മള് പുതിയ വീട് വെക്കുന്ന കാര്യം അമ്മയോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അമ്മയെ ഒപ്പിടുന്ന കാര്യം എവിടെ വീട് വെക്കാൻ? നമ്മുടെ ഇവിടെ പൊളിച്ചിട്ടേ ഇത് പൊളിച്ചിട്ട് ഇതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാതാക്കില്ലേ. പുതിയ വീട് വെക്കാൻ ലോൺ തരാം. അമ്മയുടെ ഒപ്പിട മതി. ഇത് പൊളിക്കാൻ ആ ആത്മാക്കൾ കിടന്നുറങ്ങുന്നത് ഈ വീട് പൊളിക്കാൻ. എന്നോട് ആര് പറഞ്ഞത് ഇത് പൊളിക്കാനെ കൊണ്ട്? ആത്മാക്കൾ കിടന്നുറങ്ങുന്ന കാര്യങ്ങൾ പറയരുത്. ഇത് പൊളിഞ്ഞു വീണ ആത്മാക്കൾക്കൊന്നും പറ്റത്തില്ല. ജീവനുള്ള 2 ആത്മാക്കൾ ഇതിനകത്തുണ്ട്. ഞങ്ങൾ ചത്തുപോകും. ഇത് പൊളിക്കാൻ പറ്റത്തില്ല. ഇത് അപ്പൂപ്പനുണ്ടാക്കിയ വീടാ, എന്റെ അമ്മായിച്ചുണ്ടാക്കിയ വീടാ. പുള്ളിക്കാരൻ മരിച്ചിട്ട് 6 മാസം ആകുന്നതേ ഉള്ളൂ. അന്ന് തിരുമേനി പറഞ്ഞു അപ്പൂപ്പൻ മരിച്ചത് ദോഷത്തിലാ, പൂജ ചെയ്യണം. 6 മാസം ആ പട്ടണ നിൽക്കുന്ന ആ തെങ്ങ് വളർത്തി അതിന് 6 മാസം കൊണ്ട് പൂജ ചെയ്ത് ആ തെങ്ങ് വളർന്ന് അത് വലിയ പരവശമായിട്ട് അതിൽ കരിക്ക് വീഴണം. അത് വെട്ടിക്കുടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവർക്ക് ജീവിതം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മരിക്കും എല്ലാവരും കൂടെ. ആ എന്തോ സംബന്ധിച്ചോളം ഞാൻ അല്ലാതെ വലിച്ചു കുറച്ച് കളഞ്ഞിട്ട് ഞാൻ വീട് വെക്കുകയും ചെയ്യും. അടിക്കാൻ നല്ല കാര്യം ഉണ്ടായിരുന്നോ? നല്ല കാര്യം ഉണ്ടായിരുന്നേ. പെട്ടിയെല്ലാം ബാക്കി ചെയ്ത് നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിൽ പോകുന്നില്ല. മടലോ? എനിക്ക് വയ്യ. നീ ഏത് മടലെന്നറിയാം? അപ്പൂപ്പന്റെ പട്ടണയിൽ നിന്ന് മടല്. നീ എന്റെ കൂടെ നിൽക്കാക്കി ഇവരെ നമുക്ക് പേടിപ്പിക്കാം. ഇപ്പം അടക്കമ്മേ. എവിടുന്നാ വെട്ടിയ മടല്? ആ തെങ്ങ വെട്ടി അവിടെ. അതേ തെങ്ങ അത്? അതിവിടെ ഒരു തെങ്ങയുള്ള ആ തെങ്ങ വെട്ടിയത്. അപ്പൂപ്പന്റെ പട്ടണ വെച്ച തെങ്ങാന്നോ അത്? അത് വെച്ചപ്പോ കർമ്മി എന്തോ പറഞ്ഞേ? ഇത് വലുതായി ഇതിനകത്തുനിന്ന് തന്നെ തേങ്ങ വീഴാതെ നമ്മുടെ കുടുംബത്തിന് സമാധാനം കിട്ടത്തില്ല, ഐശ്വര്യം കിട്ടത്തില്ല. ഇതിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നശിപ്പിക്കുന്നവൻ മരിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. ശരിയാമേ. കറുത്ത മുടി പെയിന്റ് അടിച്ച് കാലിനെ പറ്റിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ കാര്യം തീരുമാനമായി ഇല്ലയോ? മരിച്ചു. അയ്യോ ഇയാളെന്ന് പറഞ്ഞാൽ അയ്യോ, പക്ഷേ നമ്മളോട് ഭയങ്കര കാര്യമായിരുന്നില്ലയോ? നമ്മളോട് അപ്പം ഭയങ്കര കാര്യമായിരുന്നു. ഭയങ്കര ചൂടാണ് അപ്പൂപ്പൻ. പിന്നെ ശാന്തി ഫെവിക്ക് ഇരിപ്പുണ്ടോടി? എന്തോത്തിന് തുപ്പനോട്ടൊട്ടീര്? അല്ല പിന്നെ എന്തുവായാലും അമ്മ ചെയ്തത് മോശമായി. 6 മാസം തീരെ ഒരാഴ്ച വിടണല്ലോ. അതെ. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് വീട് പണി തുടങ്ങാം. ചുമ്മാ ഞങ്ങളുടെ കല്യാണം കഴിച്ചു വന്ന സമയത്ത് എന്നോട് എന്തോ സ്നേഹമായിരുന്നു. ഈ ആത്മാക്കൾക്ക് അവര് ശാന്തി കിട്ടാതെ പോയി കഴിഞ്ഞോണ്ടല്ലോ ഭയങ്കര ദോഷം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ അപ്പൂപ്പന്റെ കൈവെട്ടിയ തുല്യവാ. അത് തന്നെ. അയ്യോ അപ്പൂപ്പന്റെ കൈവെട്ടി. അതെ. ഒരാഴ്ച കഴിയുമ്പോ അമ്മ നമ്മുടെ കൂടെ ഏറ്റിട്ടുണ്ട്. അതെ, ഒരു കാര്യം ചെയ്താ ഈ ദോഷം മാറണമെങ്കിലേ പ്രതിവിധി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നശിപ്പിക്കുന്ന ആരായാലും എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്താൽ മരിക്കത്തില്ല, ദോഷം സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നല്ല പ്രവൃത്തി ചെയ്യേണ്ടി എന്താ? നല്ല പ്രവൃത്തി എന്താന്ന് വെച്ചാ, നല്ല പ്രവൃത്തി ഇപ്പം അമ്മയ്ക്ക് ഈ വീടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഒപ്പിട്ടിങ് തരുമോ? ഇല്ലയോ? അത്രേ ഉള്ളൂ. ലോണിന് വേണ്ടി ഒപ്പിടുന്ന കാര്യമല്ലല്ലോ. ഒപ്പിട്ട് തരാം. അടിപൊളി. അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് സന്തോഷമായിട്ട് ഈ വീട്ടിലൊക്കെ താമസിക്കാം. ഒപ്പിട്ട് തരാം. മക്കളെ റെഡിയാവാ. എവിടെ പോട്ടെ? വില്ലേജ് ഓഫീസിൽ പോകണം. ഒപ്പിട്ട് കൊടുത്താൽ മതി. റെഡിയാവല്ലോ. എന്നിട്ട് നമ്മൾ വീടൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. നമ്മളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കും. ഇല്ല, ഇവിടെ ഒരു വലിയ വീട് വെച്ചിട്ട് നീ ഇവളും കൂടെ അവിടെ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പൊ അമ്മയോ എന്നെ നിങ്ങൾ എന്നോട് കൂടി ഏതെങ്കിലും അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടണം. അയ്യോ, അതിന്റെ പരിപാടി അമ്മേ. നല്ല വീടുണ്ട് ഇവിടെ നോക്കാൻ. ഞങ്ങൾ 2 പേരുണ്ട്. പിന്നെ അമ്മ എന്താ ഞങ്ങൾ അഗതി മന്ദിരത്തിൽ കൊണ്ടുവിടുന്നത്? നല്ല വീടും വെച്ച് നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോഴേ നാട്ടുകാർ കളിയാക്കണം. അമ്മയെ കൊണ്ട് അഗതി മന്ദിരത്തിൽ ആക്കിയാണെന്ന് വേണ്ട കളിയാക്കണം. നാട്ടുവേണ്ടത്തിന് എന്തോ മനസ്സാന്നേ. നമ്മൾ 2 പേരും ഇവിടെ നോക്കാനില്ലയോ? അമ്മേ എന്നല്ലാതെ ഞാൻ എന്തേലും വിളിക്കുന്നുണ്ടോ? നീ ഇന്നല്ലേ കാണുന്നുള്ളൂ. ഓർമ്മ വെച്ച നാളും പോലെ ഇവരെന്നെ ഇങ്ങനെ ഉപദ്രവിക്കുക. ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഇവരോട്? പറയല്ലോ. ഒന്നുമല്ല, വിഷമായി പോയിട്ടോ. പെട്ടെന്ന് പറയാമേ. എന്താ കാണിച്ചാലും പറ്റുന്നമാരും ക്ഷമിക്കണം. എന്ന് ഞാൻ ക്ഷമിച്ചു. ഇനിയിപ്പോ എന്നെ അവിടെ കൊണ്ടാക്കി നിങ്ങൾ നാണക്കെട്ട് വേണ്ട. നമുക്ക് ഇവിടെ റെഡിയാവും. റെഡി ആയിട്ടെ നമുക്ക് അവിടെ വില്ലേജ് ഓഫീസിൽ പോയി ഒപ്പിടാം. നമ്മൾ ഒരുമിച്ച് ഇവിടെ താമസിക്കും പുതിയ വീട്ടില്. ഞാൻ പറഞ്ഞില്ലേ അമ്മ അന്നേരത്തെ ദേഷ്യത്തിട്ട് പറയുന്നത്. അമ്മയുടെ മനസ്സ് നിറച്ച സ്നേഹമാണ്. ഞങ്ങളിപ്പോ റെഡി ആയിട്ട് വരാമേ. കേട്ടോ? വില്ലേജിൽ ആദ്യം പോയി കൊടുക്കാമെന്നോ അപേക്ഷ? വില്ലേജില് പഞ്ചായത്തിൽ നിന്ന് മറ്റേ കത്ത് വാങ്ങിക്കണം.
അമ്മ ക്ഷമിക്കുമ്പോഴല്ലേ നമുക്ക് എൻ്റെ ഒരു സന്തോഷം തരുന്നത്. എത്രയാന്ന് പറഞ്ഞാലും ഇപ്പം പുതിയ വീട് വെക്കാൻ പോവാ, ബംഗ്ലാവ്. നിനക്ക് കോപ്പാ ഞാൻ ഒപ്പിട്ട് കൊടുക്കുന്നത്. നിനക്ക് കളരിക്കൽ അമ്മനെ അറിയത്തില്ല. സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ഇനിയും വരും ഞാൻ വഴക്കുണ്ടാക്കാൻ. ആ നേരം കൊണ്ട് ഞാൻ എൻ്റെ മോടെ വീട്ടിൽ പോവാ. അങ്ങോട്ട് ചെല്ലാൻ ഞാൻ പറ്റത്തില്ല, അമ്മാവൻ്റെ വീട്ടിൽ പോവാ, അതാ നല്ലത്. പെട്ടെന്ന് പാടാ, നീ ചമ്മന്ന് എനിക്ക് ദൂരെ നിന്ന് കാണണം.